ഇന്ത്യയിലൊട്ടാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കോക്രോച്ച് പാർട്ടി, സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പരാമർശത്തിലൂടെ വന്ന കോക്രോച്ച് പാർട്ടിയുടെ സമരത്തെക്കുറിച്ചാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെ നിരവധി കുറേ ദിവസങ്ങളായി അവരുടെ സമരങ്ങൾ ജന്തർ മന്ദറിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി സോനം വാങ്ചുക്ക് വരുന്നു, നിരാഹാരം കിടക്കുന്നു, പിന്നീട് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കുന്നു, പിന്നീട് അഭിജിത് ദീപ്കെ നിരാഹാരത്തിലേക്ക് പോകുന്നു. അങ്ങനെ അവസാനം ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ അവസാനം രാജിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പാഠമുണ്ട്. അതായത് ഏതൊരു ഭരണകൂടവും അവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്ന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ ഇതിനു മുമ്പിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അവരുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഉയർത്തുന്ന സമരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഈ ജെൻസി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ജെൻസി നടത്തിയ ഈ ഒരു പോരാട്ടത്തിൽ നിന്നും ഈ ഒരു രാജിയിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സലാഹുദ്ദീൻ, ഈ നമ്മൾ ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ ഇതേ വിഷയം സ്റ്റാറ്റസ് ഇടുകയാണ് വാട്സപ്പിൽ. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ഒരു 75 വർഷമായിട്ട് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനം എന്താണെന്ന് പോലും അനുഭവിച്ചറിയാത്തൊരു ജനതയാണ്. അവരിങ്ങനെ ഇതിൽ ആഹ്ലാദം കണ്ടെത്തുകയാണ്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു രാജ്യവും ഈ ലക്ഷദ്വീപുമായിട്ട് എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ലക്ഷദ്വീപ് സത്യത്തിൽ ലക്ഷദ്വീപുകാരുടെ ഭയങ്കര ഒരു പ്രശ്നം കൂടിയാണ്. അതായത് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റ് നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. ഇന്ത്യയിലുണ്ടാകുന്ന പോസിറ്റീവ് പൊളിറ്റിക്കൽ മാറ്റങ്ങളെ നമ്മൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നതിനൊന്നും യാതൊരു അങ്ങനെയൊന്നും നമ്മളതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോഴും പറയുമ്പോൾ ഇപ്പോൾ സാബിത്ത് ഈ അടുത്തൊരു പ്രസംഗത്തിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മൾ ആരാണ്, ഹു ആം ഐ, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്? ഞാനൊരു ലക്ഷദ്വീപുകാരനായിക്കൊണ്ട് സംസാരിക്കണമല്ലോ. അപ്പോൾ ലക്ഷദ്വീപുകാരനായിക്കൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒരു റിമോട്ട്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുറേ മുമ്പ് അമേരിക്കയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് വന്നു. അപ്പോൾ നമ്മളൊക്കെ സ്റ്റാറ്റസ് ഇടുന്നു, ഓക്കെ ബ്ലാക്ക് ഇക്വാലിറ്റി എന്താ പറയുക, ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ്, ഭയങ്കര ഹാഷ്ടാഗ്സ് വരുന്നു. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നു. അത് അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്കെതിരെയുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഒരു ഐത്തത്തെ അല്ലെങ്കിൽ ഐത്തം അവിടെ ഇല്ല, അവരെ അവഗണിക്കുന്നതിനൊക്കെ മറികടന്നുകൊണ്ട് ഒരാൾ പ്രസിഡന്റ് ആകുമ്പോൾ നമ്മൾ അഭിമാനിക്കുകയാണ്. പക്ഷേ അതേസമയം ലക്ഷദ്വീപിലുള്ള മേലാശ്ശേരിക്കാരെ പള്ളിയിൽ ഇമാമാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ജാതി പറയുന്ന ആളാവും, പ്രശ്നങ്ങളാവും. അപ്പോൾ നമ്മൾ സേഫ് എന്താണ്? നമ്മൾ ദൂരെയുള്ള കേരളത്തിലെ ദളിത് മൂവ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാം, കേരളത്തിലെ ജനാധിപത്യ അല്ലെങ്കിൽ എന്താ പറയുക സാംസ്കാരിക വിപ്ലവങ്ങളെ കുറിച്ച് സംസാരിക്കാം. പക്ഷേ ലക്ഷദ്വീപ് ഒരു സ്ഥലമാണ്, നമുക്ക് കസേരയൊക്കെ ഇരുന്നിട്ട് ലോകം ഒരു ടി വിയിൽ കാണുന്നവരെ, അപ്പോൾ ആ കാഴ്ച കണ്ട് അടിപൊളിയായിട്ട് പറയാം. പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു നമ്മളിപ്പോൾ പറയാം, നമ്മുടെ സൈക്കിൾ അത് എംബഡായി കഴിഞ്ഞു നമ്മുടെ മനസ്സിൽ. അതായത് ലക്ഷദ്വീപിൽ അങ്ങനെ പ്രൊട്ടസ്റ്റിൻ്റെ ഒന്നും അത് നടക്കുന്ന സ്ഥലമല്ല, അങ്ങനത്തെ ഒരു വിഷയമല്ല ഇവിടുത്തെ കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭയങ്കര എന്നെ വണ്ടർ അടുപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ പല ഉദ്യോഗസ്ഥന്മാരും ജന്തർ മന്ദറിനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല അങ്ങോട്ട് പോയിട്ട് ഇതവരുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് പോയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജന്തർ മന്ദറിനെ കുറിച്ച് പ്രൊട്ടസ്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഇട്ട ഒരു ടീച്ചർ ഒന്ന് ജസ്റ്റ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 56J അനുസരിച്ച് നിരവധി ആളുകൾ പിരിച്ചുവിടുകയല്ലോ. ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മാനദണ്ഡം ഇല്ലാതെ. പക്ഷെ അതിനൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു 300-400 ആൾക്കാരെയാണ് ഈ 5 വർഷത്തിനിടയ്ക്ക് ഈ 56J പ്രകാരം വിട്ടിട്ടുള്ളത്. ആ കണക്ക് അല്ല, അതല്ലാതെയാണ് ഞാൻ പറഞ്ഞത്. ലക്ഷദ്വീപിൽ അപ്പോൾ എത്രയാണ് വരുന്നത് ഈ കണക്ക് നോക്കുമ്പോൾ? അപ്പോൾ അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ലക്ഷദ്വീപുകാർ ഇപ്പോൾ ഓക്കെ ജന്തർ മന്ദറിൽ ഐക്യദാർഢ്യമൊക്കെ തീർന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് നമുക്കെന്തെങ്കിലും മാറ്റങ്ങളുണ്ടാകും ഇല്ല. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു പ്രണയ സിനിമ കണ്ട് അടിപൊളി വിചാരിച്ച് ഫിറ്റാൻസോക്ക് തന്നെ മോളൊരു പ്രണയം അറിയിച്ചാൽ പൊട്ടിത്തെറിക്കേണ്ട മാതാപിതാക്കളെ പോലെ എപ്പോഴും ടി വിയിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ കാണുന്ന ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു പ്രൊട്ടസ്റ്റിനെയും ബാക്കിയുള്ളതിനെ ലൈക്ക് അടിക്കുന്നതിലപ്പുറം ഈ പ്രൊട്ടസ്റ്റുകൾ നമ്മൾ വീട്ടുമുറ്റത്തേക്കും നമ്മൾ റോട്ടൊക്കെ കൊണ്ടുവരാം എന്ന് തയ്യാറാകേണ്ട. അന്നില്ലാതെ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളത് കൊണ്ടോ ഒരു വെർത്താവണമെങ്കിൽ വി ഷുഡ് ചേഞ്ച് അവർ സെൽസ്. ഇപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ ലക്ഷദ്വീപിലെ പ്രശ്നം തന്നെ ജോലി കിട്ടാം, മക്കളുടെ പേര് കേസായി പോകും. അത് ഇനി പറയാം കൈവാ ഇല്ല. ഇന്ന് ജെൻസി എന്നുകൊണ്ട് എല്ലാവരും ഉദ്യോഗാർത്ഥികളാണ്.
അവിടെ സമരം ചെയ്ത് എല്ലാവരും ഉദ്യോഗാർത്ഥികളാണ്. ഈ ഉദ്യോഗാർത്ഥികൾ ആരും കേസ് മേടിച്ചില്ല, അല്ല അവർക്കെതിരെ കേസുകൾ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ, വന്നിട്ടുണ്ടാവും, പിൻവലിക്കണമെന്ന് ഡിമാൻഡ്. പക്ഷേ അവരാരും കേസിനെ പേടിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പേടിച്ചോ സമരം ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കോ? അപ്പൊ ഇതിനെ അഭിനന്ദിക്കുന്ന ലക്ഷദ്വീപ് സമൂഹം, ലക്ഷദ്വീപിലെ യുവാക്കൾ നാളെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് തയ്യാറെടുത്താൽ അവരുടെ മക്കളെ വിടുവോ? ഇല്ല, പാരന്റ്സ് സമ്മതിക്കില്ല. എന്തുകൊണ്ട് സമ്മതിക്കില്ല? അതിൽ പാർട്ടി പ്രസിഡന്റുമാർ പോലും സമ്മതിക്കില്ല തങ്ങളുടെ പിള്ളേർ. അപ്പൊ ആ ഒരു ഇരട്ടത്താപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം ജന്തർ മന്തർ സമരവും ലക്ഷദ്വീപ് എന്നുള്ളത് ഒരു വിവാദ വിഷയം തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ ലക്ഷദ്വീപിൽ ഇപ്പോൾ ഓരോ ഗ്രൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്, കടൽ തീരങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാർ ഒരു ഉത്തരവ് വന്നിരുന്നു ഈ അടുത്ത്, സമരങ്ങൾ അവിടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതിന് 4 മണിക്കൂർ മാത്രമേ സമരത്തിന് പെർമിഷൻ ഉള്ളൂ, അത് കഴിഞ്ഞാൽ വീണ്ടും പെർമിഷൻ പുതുക്കി വാങ്ങണം. അത് ഭരണകൂടത്തിൻ്റെ ഒരു എന്താ പറയുക, അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ കൊടുക്കില്ല എന്നുള്ള. അപ്പോൾ അതിലവർ പറയുന്നത് ജന്തർ മന്തർ പോലെ ഒരു സ്ഥലം കണ്ടെത്തിയെന്നാണ്. പക്ഷേ സുപ്രീം കോടതിയിൽ നടന്ന പഴയ ജന്തർ മന്തർ കേസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഈ ഡൽഹി പോലെയുള്ള ഒരു ക്യാപിറ്റൽ സ്റ്റേറ്റിൽ അവിടെ വരുന്ന ഈ പ്രശ്നങ്ങൾ, റോഡ് ബ്ലോക്കിങ്, ഇങ്ങനത്തെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിലൊക്കെ കൈകടത്തുന്ന രീതിയിലേക്ക് സമരങ്ങൾ വന്നപ്പോൾ ആ സമരങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ജന്തർ മന്തർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്. അതിന് കുറേ വശങ്ങളുണ്ട്. ലക്ഷദ്വീപ് അതേപോലെ ആരും റോഡ് ബ്ലോക്ക് ചെയ്തോ വിമാനങ്ങൾ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അതെ സമരങ്ങൾ നടക്കാത്തൊരു സ്ഥലമാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കി കാണുന്നത് ഈ ജന്തർ മന്തറുമായിട്ട്? ഇത് ഇപ്പോൾ ജന്തർ മന്തറിൽ അതൊരു വളരെ, ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ലക്ഷദ്വീപുകാർ ജന്തർ മന്തറിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതായത് ജന്തർ മന്തർ സമരം തുടങ്ങുന്ന സമയത്ത് അഭിജിത് ദീപ്ക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവരുടെ സ്പോക്സ്മാൻ ആണെന്ന് തോന്നുന്നു ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത്, ഞങ്ങൾ ഈ ജന്തർ മന്തറിൽ സമരം ചെയ്യും, ഡൽഹി പോലീസിന് വേണമെങ്കിൽ ഞങ്ങൾക്ക് വന്ന് പെർമിഷൻ ഇങ്ങോട്ട് തരാം, ഇങ്ങോട്ട് തന്നില്ലെങ്കിൽ അഭിജിത് ദീപ്ക്ക് ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരും, അപ്പോൾ പെർമിഷൻ കൊടുത്താൽ മതി. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾ ഡൽഹി പോലീസ് ഞങ്ങൾക്ക് പെർമിഷൻ തന്നോളൂ എന്നൊക്കെ. അതായത് അവരവരെ കളിയാക്കാണ്. അതായത് പെർമിഷൻ ഒന്നും അവര് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ എന്നിട്ട് അഭിജിത് ദീപ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, പെർമിഷൻ കിട്ടുന്ന ഒരു സമരം തുടങ്ങുന്നു. ഇപ്പൊ ലക്ഷദ്വീപിൽ എനിക്ക് വിചാരിച്ച സമരം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പം അത് പറഞ്ഞു നമുക്ക് പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുത്താൽ പോരാ, സ്കൂൾ പിള്ളേർക്ക് PT കളിക്കാൻ കാണിക്കുന്ന കൊടുത്ത പോലെ ഗ്രൗണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി സമരം ചെയ്യണം, സമയം നോക്കണം, 4 മണിക്കൂർ കഴിഞ്ഞാൽ മാറിയിട്ട് വീണ്ടും പോയിട്ട് പെർമിഷൻ എടുക്കണം. അത് 48 മണിക്കൂർ കഴിഞ്ഞ് കൊടുത്താൽ അത് എടുക്കും. കാരണം പെർമിഷൻ 48 മണിക്കൂർ ഓൾറെഡി പോലീസ് ആക്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ 48 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത പെർമിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് 2 രാഷ്ട്രീയ പാർട്ടികളും ഹാദിമാരുടെ നേതൃത്വത്തിൽ സമരം നടത്തി കഴിഞ്ഞു ലക്ഷദ്വീപിൽ. അതായത് അവരനുസരിച്ച് കഴിഞ്ഞു. അപ്പൊ എന്നിട്ടും ഖാദിമാരെ കൊണ്ട് സമരം ചെയ്യിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. എന്നിട്ട് അവർ പോയിട്ട് എന്ത് ചെയ്തു, ഇതിന്റെ കൂടെ കൂടുന്നു, എന്നിട്ട് അവർ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു, ഞങ്ങൾ സമരം ചെയ്യുന്നു എവിടെ, ഗ്രൗണ്ടിൽ. അപ്പൊ ഇവർക്ക് ജന്തർ മന്തറിന്റെ സ്റ്റാറ്റസിന് എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ എന്തെങ്കിലും ഒരു ധാർമ്മികമായി അവർക്ക് അത് ഇടാൻ പാടുണ്ടോ? അതായത് ഞാൻ എൻ്റെ വീട്ടിൽ എന്താ പറയാ, ഒരാളെ ഭക്ഷണം കഴിക്കുന്നതിന് തടഞ്ഞതിന് ശേഷം അപ്പുറത്ത് വേറൊരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണം കൊടുക്കുന്ന ആളുടെ ആളാകാൻ എനിക്ക് പറ്റുമോ? കാരണം ഞാൻ ഗവൺമെൻറ് അടിമയാണ്. ഞാൻ അതൊക്കെ കേട്ട് സർക്കാർ പറയുന്നത് പോലെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാളപ്പുറത്ത് സർക്കാരിനെ എതിരെ സമരം ചെയ്യുമ്പോൾ അവർക്കെങ്ങനെ അത് ഐക്യത അറിഞ്ഞു. പിന്നെ ശരിയാണ്, ഇപ്പോൾ നമുക്ക് ഈ സിനിമയിലൊക്കെ ഹീറോമാർ അടിച്ച് 3 തെറിപ്പിക്കുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നും, എന്താ നമ്മളെ കൊണ്ടത് പറ്റില്ല, പുള്ളി അടിപൊളിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ജന്തർ മന്തറിന്റെ സ്റ്റാറ്റസ് ഇരുന്നതെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഈ ജന്തർ മന്തറിന്റെ സമരം കൊണ്ട് ലക്ഷദ്വീപിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതിന് നമ്മളുള്ളവരാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരം പറയാനുള്ള ഒരു കഥയുണ്ടല്ലോ. അതായത് പണ്ടൊരാൾ ലോട്ടറി അടിക്കാൻ വേണ്ടി തപസ്സിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അയാളോട് പറഞ്ഞു, നിങ്ങളൊരു ലോട്ടറി എടുക്ക്, എന്നിട്ട് തപസ്സിരിക്കുക, അപ്പോഴല്ലേ ലോട്ടറി അടിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ എന്തെങ്കിലും ആവശ്യപ്പെട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് സർക്കാരിനോട് ജനാധിപത്യം വേണമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. സ്വയംഭരണം വേണമെന്ന് പറയുന്നുണ്ടോ? ഇല്ല. സമരം ഞങ്ങൾക്കിവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും പാർട്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇനി ആരെങ്കിലും സമീപിക്കുന്നുണ്ടോ, അവരെ കുറ്റം പറയാതിരിക്കുന്നുണ്ടോ? ഇല്ല. നാട്ടിൽ വിഭാഗീയത മാറ്റി എല്ലാവരും ഒരുമിച്ചൊരു റെഡിയാവോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ലക്ഷദ്വീപും ജന്തർ മന്തറും എന്താ പറയുക കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അത് അൺകമ്പയറബിൾ ആണ്. അത് മാത്രമല്ല, ഇന്ത്യയിലുണ്ടായ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു വലതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കതിനെ ഇതാക്കാം. അതേപോലെ നമുക്ക് ഈ ലഡാക്കിനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം സോനം വാങ്ചുക് ആണല്ലോ ഇതിലേക്ക് നിരാഹാര സമരവുമായിട്ട് കടന്നു വരുന്നത്, ജന്തർ മന്തറിലേക്ക്. പിന്നീട് അദ്ദേഹം ഹോസ്പിറ്റലൈസ് ആവുന്നു. പിന്നീട് അഭിജിത് ദീപ്ക്കെ ആ നിരാഹാര സമരം ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പും സോനം വാങ്ചുക് കിടന്നിട്ടുണ്ട്. നമുക്കറിയാം ലഡാക്കിലാണ് കിടക്കുന്നത്. അവിടെ ഈ 6th ഷെഡ്യൂൾ ഓരോ ഹിൽ കൗൺസിൽ
കൗൺസിലുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. സ്വയംഭരണമാണ് അവരും ആവശ്യപ്പെടുന്നത്. ആർട്ടിക്കിൾ 370 മാറ്റുമ്പോൾ പിന്നീട് അവർ യൂണിയൻ ടെറിട്ടറി ആവുന്നു, അധികാരങ്ങൾ നഷ്ടപ്പെടുന്നു, അത് വീണ്ടും തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നു. ഇപ്പോൾ അവസാനം ഹോം മിനിസ്ട്രി നടത്തിയ അവിടുത്തെ സംഘടനയുമായിട്ട് നടത്തിയ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ അവർക്ക് എന്തായാലും ഹിൽ കൗൺസിലും ഒരു സ്വയംഭരണ അവകാശം കൊടുക്കാൻ പോവുകയാണ് ലഡാക്കിലേക്ക്. അപ്പോൾ ലക്ഷദ്വീപിൽ ഇതുവരെയായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ആഗസ്റ്റ് 15 വരാൻ പോവുകയാണ്, സ്വാതന്ത്ര്യ ദിനം വരാൻ പോവുകയാണ്, പതാക ഉയർത്താൻ പോവുകയാണ്. അത് അഡ്മിനിസ്ട്രേറ്റർ ഉയർത്തും, അല്ലെങ്കിൽ അഡ്വൈസർ ഉയർത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡാനിക്സുകാരനാണ് എല്ലാ നാട്ടിലും പറന്നിറങ്ങി ഈ പതാക ഉയർത്തുന്നത്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് പതാക ഉയർത്താനുള്ള ഒരു അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനർത്ഥം നമുക്ക് ഭരിക്കാനുള്ള ഒരു സംവിധാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ജനാധിപത്യം കടന്നു വന്നിട്ടില്ല. അപ്പോൾ ലഡാക്കും ഈ സോനം വാങ്ചുക്കും ഇതിനെയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ സമരങ്ങൾ ഇപ്പോൾ ഈ ജെൻസി മൂവ്മെൻറ്റ് കണ്ടെങ്കിലും ഒരു പുതിയൊരു വിപ്ലവം ലക്ഷദ്വീപിൽ പൊട്ടിപ്പുറപ്പെടേണ്ട സമയമല്ലേ? അതിപ്പോൾ ഈ സ്വയംഭരണത്തെക്കുറിച്ചും ഈ പതാക ഉയർത്തിയതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഡോക്ടർ കോയ, പണ്ടത്തെ ഡോക്ടർ കെ മുഹമ്മദ്, ഡോക്ടർ ബമ്പൻ ഒരു കാലത്ത് ആദ്യത്തെ ചീഫ് കോൺസ്റ്റബിളായിരുന്നു. അദ്ദേഹം റെഡ് കാർപ്പറ്റിൽ കൂടെ നടന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് ഓഗസ്റ്റ് 15 ജനുവരി 6, എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല. അതിന് ഈ റെഡ് കാർപ്പറ്റിൽ കൂടെ ജനപ്രതിനിധിയായി ഞാനും നടക്കും എന്നയാൾ പറഞ്ഞു. അത് ഭയങ്കര ഒരു പ്രഖ്യാപനമായിരുന്നു. അപ്പോൾ അതിനെ കോൺഗ്രസ്സുകാർ മാത്രമല്ല എതിർത്തത്, ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള പലരും എന്ത് ചെയ്തു, ഇതിനൊന്നും ആവശ്യമില്ല, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞു. അത് പിന്നെ രാഷ്ട്രീയ പ്രശ്നമുണ്ടായി. പക്ഷേ അന്ന് അയാൾ ഉയർത്തിയ ആ ഒരു എന്താ പറയുക, ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് വേണം, നമ്മളാണ് ഇതിൻ്റെ ആൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ആക്ച്വലി ഡോക്ടർക്ക് അധികാരം കിട്ടിയപ്പോൾ എന്താണെന്ന് ചെയ്യാൻ പോകുന്നുള്ള രീതിയിലുള്ള കഥകളൊക്കെയാണ് പിന്നീട് പ്രചരിച്ചത്. പക്ഷേ സത്യത്തിൽ അയാൾ പറയാൻ ശ്രമിച്ചത് എന്താണ്, ലക്ഷദ്വീപിൽ അധികാരം ലക്ഷദ്വീപുകാർക്കാവണമെന്നാണ്. അതിനെ നമ്മൾ കോൺട്രാസ്റ്റായിട്ട് നോക്കുമ്പോൾ പ്രഫുൽ പട്ടേൽ വന്നതിന് ശേഷം വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 15 ഒരാഴ്ച മുമ്പ് ഹെലികോപ്റ്റർ എല്ലാ ദ്വീപിലേക്ക് പറക്കും. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഓരോ ഡാനിക്സ് ഓഫീസറെ കൊണ്ട് ഇറക്കാണ്, ഗാർഡിയൻ ഓഫീസർ. എന്തിനാ? ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ. അതിലൂടെ ഇൻഡയറക്റ്റായിട്ട് എന്താ ചെയ്യുന്നത്, ലക്ഷദ്വീപിലെ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഈവൻ ഉദ്യോഗസ്ഥനോ 99% ഉദ്യോഗസ്ഥന്മാരോ ആരും എന്ത് ചെയ്യരുത്, പതാക ഉയർത്തരുത്. ഈ രാജ്യം ആരുടേതാണെന്നുള്ളൊരു ചോദ്യം വരെ നമുക്കതിൽ കാണാം. അപ്പോൾ ഇങ്ങനെ അതായത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, അത്തരം കാര്യങ്ങളൊക്കെ വളരെ ആഴത്തിൽ പഠിക്കുകയും അതിനെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കാതിരിക്കുന്നതിനെ അതായത് നമ്മളോട് പല ഉദ്യോഗസ്ഥന്മാർ പറയും, ലക്ഷദ്വീപുകാരെ എത്ര പ്രാവശ്യം അഡ്മിനിസ്ട്രേറ്റർ പ്രകോപിപ്പിക്കാൻ നോക്കി, നമ്മൾ പ്രകോപിതരായിട്ടില്ല. അതായത് ആ ഒരു ഭയങ്കര ഒരു ഇതുണ്ട്. അപ്പോൾ ആ ടീമാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ മറ്റേ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ എന്താ പറയാ, ഞാൻ ഒരിക്കലും ഐക്യദാർഢ്യത്തെ കുറ്റം പറയില്ല, ഐക്യദാർഢ്യം എല്ലാവർക്കും നല്ല കാര്യമാണല്ലോ. പക്ഷേ പണ്ട് ഈ നക്ഷത്രം നോക്കി എന്താ പറയാ ഭാവി പറഞ്ഞിരുന്ന ഒരാൾ താഴെ കുഴി ശ്രദ്ധിക്കാതെ വീണ് പോയൊരു കഥയുണ്ട്. അതുപോലെ നമ്മൾ ഡൽഹിയിലേക്ക് നോക്കി ഇവിടെ കടലിൽ മുങ്ങിപ്പോകരുത്. കാരണം ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് ഒരു കൃത്യമായ ഒരു പ്രൊട്ടസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഈ ജന്തർ മന്ദറിലെ കോക്രോച്ച് പ്രൊട്ടസ്റ്റിന് എത്രയോ കാലം മുമ്പ്, ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റ് ഭരണം വരുന്നതിന് എത്രയോ കാലം മുമ്പ് ഏകാധിപതിയുടെ എന്താ പറയുക അടിമകളായി ജീവിക്കുന്ന ലക്ഷദ്വീപുകാർക്ക് എന്ത് സ്വാതന്ത്ര്യം, എന്ത് സമരം, അത് അറിയില്ലല്ലോ. കാരണം അനുഭവിച്ചിട്ടില്ലല്ലോ. ലഡാക്കിൽ ആർട്ടിക്കിൾ 370 അവർ അനുഭവിച്ചതാണ് എന്തായിരുന്നു സ്വാതന്ത്ര്യം. അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർക്ക് തിരിച്ചറിഞ്ഞു യൂണിയൻ ടെറിട്ടറി ആയപ്പോൾ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ലക്ഷദ്വീപിൽ എന്താണ് ഇതിനൊരു പ്രതിവിധി? എന്താണ് ഇപ്പോൾ പ്രതിവിധി? എന്താണെന്ന് വെച്ചാൽ യുവാക്കളാണ് ഈ ജെൻസി അല്ലെങ്കിൽ എന്താ പറയുക ജെൻ ആൽഫ ഡൽഹിയിൽ അടിച്ച കാറ്റ് ലക്ഷദ്വീപിൽ അടിക്കണം. കാരണം ഞാൻ വണ്ടർ ചെയ്തൊരു കാര്യം, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, എനിക്കൊന്ന് മഹതി അതിലുണ്ടെന്ന്. ലക്ഷദ്വീപിലെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ വ്യക്തിപരമായിട്ട് നല്ല ആൾക്കാരാണ്, നമുക്ക് അവരോട്. പക്ഷേ അതിലൊരു ജനാധിപത്യം വേണമെന്ന്, അവർ ജനാധിപത്യം വേണ്ടെന്ന് പറയുന്നത്. ഞാൻ പഴയ അഡ്മിനിസ്ട്രേറ്ററെ വിളിക്കട്ടെ, ഞാൻ മറ്റൊരു വിളിക്കട്ടെ, നമുക്ക് ഇയാളൊന്ന് മാറ്റി കിട്ടുമോ, നമുക്ക് അതായത് എനിക്ക് കുറച്ചുകൂടി ദയാലുവായ ഒരു അഡ്മിനിസ്ട്രേറ്റർ തരൂ, ഞാൻ ശരിയാക്കി തരാം, ഉദ്യോഗസ്ഥനെ നമുക്ക് ചൂടായിട്ട് ഒച്ചെടുത്തിട്ടൊക്കെ ഒതുക്കാം. അപ്പോൾ നമുക്ക് ഭരണം വേണ്ടെന്നാണ്. അതായത് പണ്ട് ഈ അങ്കിൾ ബൺസ് ക്യാബിൻ അങ്ങനെ നോവൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഈ അമേരിക്കൻ അടിമത്ത നിരോധനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഒരു അടിമ, ഇപ്പം ജോൺ എന്നാണ് അയാളുടെ പേര്, അയാൾ അടിമത്തിൽ നിന്ന് വിട്ടു. പക്ഷേ അയാൾ തിരിച്ചു വന്ന് പറയുകയാണ്, ഇല്ല എനിക്ക് പറ്റില്ല മാസ്റ്റർ, എന്നെ വീണ്ടും കൂട്ടണം. അപ്പോൾ അങ്ങനെ കൂട്ടാൻ പറ്റില്ല, ഞാൻ അടിമത്തൊക്കെ നിരോധിച്ചു. അപ്പോൾ അയാൾ ഞാൻ ഇതുവരെ സ്വയം ഇത് കറി ഉണ്ടാക്കിയ മറ്റേ കടയിൽ പോയിട്ടില്ല, എനിക്ക് സാധനം പഠിച്ചില്ല, എനിക്ക് ഒരു സാധനം കാരണം അയാൾക്ക് ഐഡൻറ്റിറ്റി ഇല്ലല്ലോ. ആ അവസ്ഥയാണ് ലക്ഷദ്വീപ് വരെ ഞങ്ങളെ നോക്കാൻ ഒരു അഡ്മിനിസ്ട്രേറ്ററെ വിട്, ഞങ്ങൾക്ക് ഭരണം വേണം, ഞങ്ങൾക്ക് നടത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ളൊരു ആ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ ഒരു പുതിയ തലമുറ, പുതിയ നേതൃത്വം ഇവിടെ ഉയർന്നു വരണം.
ഇപ്പോൾ എന്താ പറയാ അഭിജിത് ദീപ്കെ അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരുപാട് ആളുകൾ നമുക്ക് സോനം വാങ്ചുക് ഇല്ല, അത് ഭയങ്കര സങ്കടകരമാണ്. നമ്മുടെ ലക്ഷദ്വീപില് ഒരു സോനം വാങ്ചുക്കും ഇല്ല, അഭിജിത് ദീപ്കെയും ഇല്ല. പക്ഷെ എനിക്ക് തലമുറ ഇപ്പൊ ഈവൻ LSAയിലും NSUയിലും ഒക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് ഈ മൂവ്മെന്റുകൾ ഏറ്റെടുക്കും, ജനാധിപത്യ മൂവ്മെന്റുകളൊക്കെ ഇവർ ഏറ്റെടുക്കും, ഇവർ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അത് മാത്രമേ ഉള്ളൂ പ്രതീക്ഷ. പക്ഷേ കാത്തിരുന്ന് കാണാം. ഈ അതേപോലെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ലക്ഷദ്വീപിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പ്രതിഷേധങ്ങളില്ല, ശരിയാണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകൾ LSA, NSU, മറ്റ് SFI പോലെയുള്ള സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്, SKSF, SSF തുടങ്ങി നിരവധി മതസംഘടനകൾ. പിന്നെ മുഖ്യമായിട്ടുള്ള 2 രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും NCP SP-യും ഇവരൊക്കെ ഇവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ജനാധിപത്യം തിരിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സോനം വാങ്ചുക്കിനെ പോലെയുള്ള ഒരു ലഡാക്കിലെ പോലെയുള്ള ഒരു നീണ്ട സമരത്തിലേക്ക്, അല്ലെങ്കിൽ CJP നടത്തിയ ഒരു നീണ്ട സമരത്തിലേക്ക് പോകാത്തത്? ഇത്രയും സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് പോകാത്തത്? ഇവിടുത്തെ ഇപ്പോൾ ലക്ഷദ്വീപിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു അജണ്ട ഉണ്ടാവും. എല്ലാം ഒരു പ്രത്യേക പ്രിൻസിപ്പിളിൻ്റെ ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ NCP കോൺഗ്രസ് സംബന്ധിച്ചുള്ള അവർക്ക് പ്രത്യേകിച്ച് പ്രതിരോധ അജണ്ട ഒന്നുമില്ല. PMCതിൻ്റെ അധികാരം സംരക്ഷിക്കുക, അഡ്മിനിസ്ട്രേറ്റർ എപ്പോഴും PMCൻ്റെ കൂടെയായിരുന്നു ഒരുപാട് വർഷത്തേക്ക്, അവരുടെ കൂടെ നിൽക്കുക അതുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അവർ PMCത് ഹാങ് ഓവർ എന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും അവർ വിചാരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ അവരുണ്ട്. നമ്മൾ എന്ത് എതിർത്താലും കോൺഗ്രസ് വന്നിട്ട് അതിനെ നമ്മൾ എതിർക്കും. കാരണം അഡ്മിനിസ്ട്രേഷൻ ഒരിക്കലും എതിർക്കുന്നത് അവർക്ക് താല്പര്യമില്ല. ഈവൻ അവരുടെ വലിയ വലിയ നേതാക്കന്മാർ വരെ നമുക്കെതിരെ സംസാരിക്കും. അതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. അവർ സമരം ചെയ്തിട്ടുമില്ല. കോൺഗ്രസ് ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിലൊരു സമരം നയിച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് വളരെ കൃത്യമായി പറയാൻ പറ്റും. ഒരു സമരം നയിച്ചിട്ടില്ല. സമരം നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ സമരത്തെ എതിർത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. അല്ല, അധികാരത്തിലായിരുന്നല്ലോ. അതെ. അവർക്ക് സമരം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഇപ്പോഴും പട്ടേലിൻ്റെ ഒപ്പമാണ് കോൺഗ്രസ്. അത് രണ്ടാമത്തെ കാര്യം വരുന്നത് NCP ആണ്. NCP ഒരു കാലത്ത് പ്രതിരോധ പ്രസ്ഥാനമായിരുന്നു. നമ്മളത് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈവൻ അഡ്മിനിസ്ട്രേറ്ററെ മാറ്റാൻ വേണ്ടി വരെ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ മാറിപ്പോയി. അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കുഞ്ഞിക്കയുടെ കാലത്താണോ PP മുഹമ്മദ് അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ NCP ഒരു പ്രതിരോധ പ്രസ്ഥാനമല്ല. ഇപ്പോൾ അറഫയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ NCPയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഇതിനെ ഒരു പ്രതിരോധാത്മക സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അതിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കി ശരിക്കും കാണാൻ പറ്റും. അതായത് ഇതും എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു MP ഇലക്ഷൻ അഡ്മിനിസ്ട്രേഷനോട് അഡ്ജസ്റ്റ് ചെയ്യാനും ഒരു MP ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം NCPയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ 10-12 വർഷം NCPയുടെ ചരിത്രത്തിൽ സമരം ചെയ്യാത്ത കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ഉണ്ടാവുന്നുണ്ട്. കാരണം അവരും ഇലക്ഷനെ വെയിറ്റ് ചെയ്യണം. ഇലക്ഷൻ അടുക്കട്ടെ, ഇലക്ഷൻ വരട്ടെ. ഹംദുള്ള സെയ്ദ് ചെയ്യുന്നില്ലല്ലോ. അത് പണ്ട് കോൺഗ്രസ് ഉയർത്തിയിരുന്ന അതേ വാദങ്ങളാണ് ഇപ്പോൾ NCP ഉയർത്തുന്നത്. അപ്പോൾ ഇത് പണ്ട് LSA സ്വതന്ത്ര സംഘടനയായിരുന്നു നമുക്ക് പറയാമായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ല. ഇപ്പോൾ LSAക്കാരുടെ പ്രശ്നം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരും MP ഇലക്ഷൻ അലൈൻഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. NSA മുമ്പ് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് ചെയ്യണം, ഇനി പുതിയ പിള്ളേർ വരണം. അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന LSA പിള്ളേർ അങ്ങനെ സമരം ചെയ്യാൻ പ്രാപ്തരല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ ആ രീതിയിലല്ല അവരെ മോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം ഇതെന്തിനാന്ന് വെച്ചാൽ ഇലക്ഷൻ പ്രചരണം നടത്തുക, ഇലക്ഷൻ്റെ ഇതുമായിട്ട് MPക്ക് വേണ്ടി, അതുപോലെ MPക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യുക, അതൊക്കെയാണ് അവരുടെ പ്രഖ്യാപിത ജോലികൾ. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട്. പക്ഷേ ഇങ്ങനൊരു പ്രതിരോധ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടണം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ആൻറ്റി അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള പ്രോ പീപ്പിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ നടത്തണമെങ്കിൽ അവരുടെ ഒരു അടിസ്ഥാന ഘടനയിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവത്തിൽ തന്നെ മാറ്റം വരേണ്ടതുണ്ട്. അത് പുതിയ തലമുറ അങ്ങനെ ആവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ ഇപ്പോൾ മാറി വരണമെന്നില്ലല്ലോ. ഇപ്പോൾ CJP വന്നതുപോലെ ഒരു മൂന്നാമതൊരു മുന്നണി കടന്നു വരാമല്ലോ. ഇപ്പോൾ ലഡാക്കിൽ എന്താ സംഭവിച്ചത്? ലഡാക്കിൽ പാർട്ടികളാണോ? അല്ലല്ലോ. അവർ വേറൊരു മൂവ്മെൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനൊരു വേറെ പ്രശ്നം ലക്ഷദ്വീപിലുണ്ട്. ഇപ്പോൾ CJP വന്നതുകൊണ്ട് ഏതെങ്കിലും പാർട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. ഒരു പാർട്ടിക്കെങ്കിലും എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് ഷിയർ പോപ്പുലേഷനാണ് ഇന്ത്യയുടെ. അതായത് ഇന്ത്യയിൽ ഇത്രയധികം ആളുള്ളത് കൊണ്ട് ഈവൻ 2 കോടി യുവാക്കൾ പോയാലും പാർട്ടിയാണ്. രാഹുൽ ഗാന്ധി പകരം തന്നെ നിൽക്കുന്നുണ്ട്. ലക്ഷദ്വീപിൻ്റെ കണ്ടീഷൻ വ്യത്യാസമുണ്ട്. ലക്ഷദ്വീപിൽ ഇങ്ങനൊരു യൂത്ത് മൂവ്മെന്റ് വരുമ്പോൾ അപ്പം തന്നെ ഇവർക്ക് ത്രെറ്റ് അടിക്കും 2 പാർട്ടിക്കും. അത് പൊളിക്കാതെ പറ്റില്ല. കാരണം ദാറ്റ് വിൽ ബിക്കം ദെയർ. കാരണം നമുക്ക് 65,000 പോപ്പുലേഷനേ ഉള്ളൂ. ഇതിൽ നിന്നൊരു 200 യുവാക്കൾ നിരത്തിൽ ഇറങ്ങിയാൽ രാഷ്ട്രീയ പാർട്ടി ക്ലോസ്. അപ്പം എന്ത് ചെയ്യും? അവരതിനെ റെസ്പോണ്ട് ചെയ്യും. കാരണം അത് ക്ലോസ് ആവുന്നത് എങ്ങനെയാണ്? അവർക്ക് MP ഇലക്ഷൻ ആണ് ടാർഗറ്റ്. അതുകൊണ്ടല്ലേ? അതെ, ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ഇടപെടും.
MP ഇലക്ഷന് ഓറിയന്റഡ് അല്ലാത്ത ഒരു പരിപാടിക്ക് സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ലക്ഷദ്വീപിന് ജനാധിപത്യം പുലരണമെന്ന് ഇവർക്ക് ഒരു താല്പര്യമില്ല. കാരണം അത് താല്പര്യം, അവർക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുണ്ട്. ഇപ്പോൾ അറഫ അല്ലെങ്കിൽ ഹംദുള്ള സീദ്, ഈ പാർട്ടി പ്രസിഡന്റുമാരുണ്ടല്ലോ, അവർക്ക് വ്യക്തിപരമായിട്ട് താല്പര്യം ഉണ്ടാവും, നമ്മൾ ഒരിക്കലും അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അവർക്ക് ആ മൂവ്മെന്റ് ആക്കാൻ പറ്റില്ല. കാരണം അവരുടെ അണികളോട് ഇത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണമെന്നില്ല. കാരണം ഇതെന്തിന് വർഷങ്ങളായിട്ട് MP ഇലക്ഷൻ ഒരു പ്രവർത്തനം അങ്ങനെ ആയിപ്പോ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും പാർട്ടിക്കാരോട് സംസാരിച്ചോ, അവരെന്ത് ചെയ്യുക, ഒരു 15 മിനിറ്റ് സംസാരിച്ചാൽ 16ാമത്തെ മിനിറ്റ് അവർ വോട്ടെണ്ണാൻ തുടങ്ങും. നമ്മുടെ പണ്ടാത്തിൽ ഇത്ര വോട്ട് പോയി, വോട്ട് പോയി, അവസാനം ഈ ഇലക്ഷന്റെ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും. അപ്പൊ ഈ ഒരു ഓറിയന്റേഷൻ ഉണ്ടല്ലോ, അത് മാറാതെ ലക്ഷദ്വീപിൽ എത്ര പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നാലും എന്തില്ല. അപ്പോൾ പുതിയൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല, ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ തന്നെ ഇവർ ത്രെറ്റ് അടിക്കും. ഇവർക്കൊരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യുകയും അവർ അതിൽ ഇടപെടുകയും ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ മുന്നണികളും പൊളിക്കുന്നതാണ്. ഈ മൂന്നാമത്തെ പ്രസ്ഥാനം ഇനി അഡ്മിനിസ്ട്രേഷൻ എതിർത്തൊന്ന് വിചാരിക്കുക, അവർ അഡ്മിനിസ്ട്രേഷൻ്റെ കൂടെ നിൽക്കും. കാരണം അവർക്ക് അഡ്മിനിസ്ട്രേഷനോടൊപ്പം നിന്നാൽ മാത്രമേ MP ഇലക്ഷനുള്ള കാര്യങ്ങളും ഇനി MP ബാക്കിയുള്ള നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ടി ഭേദമന്യേ ലക്ഷദ്വീപിൽ ആൻറ്റി അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ ഈ അടുത്തിടെ പാർട്ടികൾ പലതും സമരങ്ങൾ നടത്തി. പക്ഷേ ഈ പാർട്ടികൾ അഡ്മിനിസ്ട്രേറ്റർ സ്ഥലത്തുണ്ടാകുമ്പോൾ ഏതെങ്കിലും സമരം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രാവശ്യം നടത്തിയിരുന്നു. NCP അടുത്ത് ഒരു കലക്ടറൊക്കെ തടഞ്ഞ സമരമുണ്ട്. അതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന സമരങ്ങളാണ്. അതിനുശേഷം അതായത് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു 20 ദിവസം 10 ദിവസം അതെന്ന് വെച്ചാൽ ഇതൊന്നും സമരം ചെയ്യാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടി പുറത്തൊക്കെ സമരം ചെയ്യാൻ പ്രാപ്തരാണ്. അവർക്കൊരു വിങ് ഉണ്ടാവും, അവർ സമരം ചെയ്യാൻ പ്രത്യേക ആൾക്കാരുണ്ടാവും, അതിന് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, കേസ് പോയാൽ പ്രശ്നമില്ലാത്തവരുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വിങ്ങില്ല. കാരണം ഇവരുണ്ടായിരിക്കുന്നത് സമരം ചെയ്യാനല്ല. ഡോക്ടർ കോയുടെ കാലത്തുള്ള ആ പ്രതിരോധ പ്രസ്ഥാനം ഇല്ല, ഇപ്പോൾ അതൊക്കെ പോയി. ഇനി അതൊക്കെ റിവൈവ് ചെയ്ത് വരണം. ഇതൊന്നും ഞാൻ ഇപ്പോഴത്തെ ഇൻഡിവിജ്വൽ ഭാരവാഹികളുടെ കുറ്റം ഒന്നും ഒരിക്കലും പറയില്ല. ഒരു വിഷയമാണ്. ആ വിഷയത്തെ നമ്മൾ കളക്റ്റീവായിട്ട് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുത്ത് നേരിട്ടാൽ ജന്തർ മന്ദർ നമുക്ക് ലക്ഷദ്വീപിലെ കവരത്തിയിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിലും ആവർത്തിക്കാൻ പറ്റും, മറ്റൊരു ജന്തർ മന്ദർ. പക്ഷേ അല്ലാത്തടത്തോളം കാലം നമ്മൾ ഈ TV നോക്കി സ്റ്റാറ്റസ് ഇട്ട് ഇൻസ്റ്റേ കണ്ടിട്ട് നമ്മളിങ്ങനെ വേൾഡ് കപ്പ് കാണുന്നതും ജന്തർ മന്ദർ കാണുന്നതും നമുക്ക് ഏകദേശം ഒരുപോലെ, രണ്ടും എന്റർടൈൻമെന്റ് ആണ്. ആ രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അത് CJP ഉയർത്തിയ നീണ്ടു നിന്ന ഒരു വലിയൊരു ജൻസി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇങ്ങനെ ഒരു സംഭവം രാജ്യത്ത് നടന്നിരിക്കുന്നത്. എന്തായാലും ലക്ഷദ്വീപുകാർ ഇത് കാണുമ്പോൾ ലക്ഷദ്വീപുകാർ ചിന്തിക്കേണ്ടത്, നമുക്കിതുവരെയായിട്ട് പൂർണ്ണമായിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ നമ്മെ ഭരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചു പോകുന്നത്. അതായത് പറയുകയാണെങ്കിൽ നമ്മൾ അടിമകളാണ്. ലക്ഷദ്വീപുകാർ അടിമകളെന്ന് തന്നെ പറയണം. എവിടെന്നെങ്കിലും വരുന്ന ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ അടിമകളായി ജീവിക്കുന്നവരാണ് ലക്ഷദ്വീപുകാർ. അപ്പോൾ ഇതിനൊരു മാറ്റം ആരാണ്? പുതിയൊരു സോനം വാങ്ചുക്ക് ലക്ഷദ്വീപിൽ ഉദയം കൊള്ളുമോ? അല്ലെങ്കിൽ ഒരു അഭിജിത് ദീപ്കെ ഉദയം കൊള്ളുമോ? അല്ലെങ്കിൽ കവരത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മറ്റൊരു ജന്തർ മന്ദർ തുറക്കപ്പെടുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.